പ്രജിത് മോഹൻ പാങ്ങോടാണ് നിൽക്കുന്നത് അല്ലേ? ഇന്ന് ഓർമ്മ പുതുക്കാൻ, സല്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ ചടങ്ങുകളാണ് പ്രജിത്ത് ഇവിടെ? പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലും ചടങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള ധീരസൈനികരുടെ വീടുകളിലും അവരുടെ സ്മൃതിപത്രങ്ങളിലുമെല്ലാം ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ രാവിലെ 8:30 ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ എത്തി ബലിദാനികൾക്ക് ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഒരു സൈക്കിൾ റാലിയും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജെറി പ്രാംരാജിന്റെ സ്മൃതി കുടീരത്തിൽ വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ട്. ജെറി പ്രാംരാജിന്റെ അമ്മയടക്കമുള്ളവർ ഇന്ന് കാർഗിലിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരം വഴുതക്കാട് ഗവർണറായിരുന്ന ഷിജുകുമാറിന്റെ സ്മൃതി മന്ദിരത്തിലും ഈ രീതിയിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ NCC ഡയറക്ടറേറ്റിന്റെയും സ്കൂളുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആദരമർപ്പിക്കുന്ന ചടങ്ങുകളുണ്ടാകും. അതോടൊപ്പം തന്നെ കാർഗിലിൽ 99 ഡിസംബറിൽ വീരമൃത്യു മരിച്ച അജികുമാറിന്റെ ഒരു വീട്ടിലും ഈ രീതിയിലുള്ള ചടങ്ങുകളുണ്ട്. അദ്ദേഹത്തിന്റെ സ്മൃതി മന്ദിരത്തിലും ചടങ്ങുകളുണ്ട്. മറ്റൊരു കാര്യം, ഈ അജികുമാറിന്റെ സ്കൂളിൽ, അദ്ദേഹം പഠിച്ചിരുന്ന വെള്ളനാട് സ്കൂളിൽ ഒരു ബ്ലോക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകുന്ന ചടങ്ങുകളുണ്ട്. നേരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള റോഡിന് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ പേര് നൽകിയിരുന്നു. ഇത്തവണ സ്കൂൾ ബ്ലോക്കിനും അദ്ദേഹത്തിന്റെ പേര് നൽകുന്ന ചടങ്ങുകളുണ്ട്. അങ്ങനെ നാട് മുഴുവൻ ഈ രീതിയിൽ കാർഗിലിലെ രക്തസാക്ഷികളെ, ബലിദാനികളെ, അവരെ ആദരിക്കുന്ന ചടങ്ങുകളിലേക്ക്, അവരുടെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങുകളിലേക്ക്, ആ മഹാത്യാഗത്തിന്റെ ഓർമ്മകളിലേക്ക് മടങ്ങുകയാണ് ഈ ദിവസം. ആ രീതിയിലുള്ള വിവിധ ചടങ്ങുകൾ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ കേന്ദ്രത്തിലുണ്ട്. പ്രത്യേകിച്ച് പൂർവ്വ സൈനിക് പരിഷത്ത് പോലെയുള്ള സംഘടനകൾ, എക്സ് സർവീസ്മെൻ പോലെയുള്ള സംഘടനകൾ, അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, വിവിധ റെജിമെന്റുകളുടെ നേതൃത്വത്തിൽ, NCC പോലെയുള്ള വിവിധ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ, സ്കൂളുകളുടെ നേതൃത്വത്തിലെല്ലാം ഇന്ന് കാർഗിലിലെ ധീരസൈനികരെ ഓർക്കുകയാണ്, അവർക്കുള്ള ആദരമർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ്. ഇവിടെ ഈ 8:30 പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയുള്ള ഒരുക്കങ്ങളിലാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയും, അവിടെ ഇവരുടെ ഒരു ബാൻഡിന്റെ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈനികർ ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ജവാന്മാർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നു തോന്നുന്നു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിലാണ് ഇന്ന് രാവിലെ ഗവർണർ ഈ രീതിയിൽ ധീര ജവാന്മാർക്കുള്ള ആദരമർപ്പിക്കുക. അതിനുശേഷമാണ് സൈക്കിൾ റാലി അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ അതിനുള്ള പ്രാഥമികമായ ഒരുക്കങ്ങളിലാണ് എല്ലാ സൈനികരും ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു വലിയ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. അതിനെപ്പറ്റി ആലങ്കാരികമായി നമ്മൾ എല്ലാ ഓർമ്മ ദിനങ്ങളിലും ഇതിങ്ങനെ പറയാറുണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈകാരികത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടേണ്ടത്. ഓരോ വർഷവും ഇവരെ പറ്റിയുള്ള ഓർമ്മകൾ, ആദ്യഘട്ടത്തിൽ അനു പറയുന്നൊരു കാര്യം എനിക്കിപ്പോൾ കേട്ടത് പറയുന്നു, എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് എന്താണ് ഇനി നൽകാൻ കഴിയുക, നമ്മൾക്ക് ഇവരെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യാൻ കഴിയുക പ്രദീപ്, അനു. കാരണം ഇനി വരുന്ന തലമുറകൾ ഈ ത്യാഗത്തെപ്പറ്റി നമ്മൾ പറയുമ്പോഴാണ്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് എത്രത്തോളം അതിൻ്റെ ഒരു തീവ്രതയും ആഴവും നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുക. അതുമാത്രമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത്. എന്തായാലും നാടെങ്ങും കാർഗിലിലെ ധീരരക്തസാക്ഷികളെ ഓർക്കുന്ന ചടങ്ങുകൾ സജീവമായി സംഘടിപ്പിക്കുന്നുള്ള ഒരുക്കങ്ങളിലാണ്. അല്പസമയത്തിനുള്ളിൽ എല്ലായിടത്തും ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ തൊട്ട് എല്ലാ സ്മൃതി മണ്ഡപങ്ങളിലും ഈ രീതിയിലുള്ള പുഷ്പാർച്ചനകളും മറ്റ് ചടങ്ങുകളും എല്ലാം ആദരമർപ്പിക്കുന്ന ചടങ്ങുകളെല്ലാം നടക്കും. പ്രദീപാനും ശരി. പ്രജിത്ത് പറഞ്ഞ അജികുമാറിന്റെ ഒരു കാര്യം പറഞ്ഞു. അജികുമാറിന്റെ വീട്ടിലും സ്കൂളിലും നടക്കുന്നത്, അത് സംബന്ധിച്ചൊരു കുറിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലാൻസ് നായിക് അജികുമാർ 5th മദ്രാസ് റെജിമെന്റിൽ ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ സ്കൂളിലാണ് ഇന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. സ്കൂളിന്റെ ഒരു ബ്ലോക്കിന്, വെള്ളനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു ബ്ലോക്കിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയാണ്. ആ ചടങ്ങ് നിർവഹിക്കുന്നത് തിരുവനന്തപുരത്തെ കമാൻഡർ, നമ്മുടെ പാങ്ങോട് ഇപ്പോൾ പ്രജിത്ത് നിൽക്കുന്ന സൈനിക കേന്ദ്രത്തിന്റെ കമാൻഡർ ബ്രിഗേഡിയർ MP സലിൽ ആണ്. മറ്റൊന്ന് 1990 SSLC ബാച്ചിലെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ഒന്നിച്ചു കൂടുന്നുണ്ടെന്നാണ്. 1990 SSLC കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബലിദാനിയാവുകയായിരുന്നു രാജ്യത്തിന് വേണ്ടി. ശരി, എന്തായാലും പ്രജിത്ത് ഇപ്പോൾ വളരെ വൈകാരികമായാണ് നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരുടെ വികാരവും അത് തന്നെയാണ്. ഈ പ്രജിത്ത് ഒരുപക്ഷെ അത് നേരിട്ട് അനുഭവിക്കുന്നതിൻ്റെ വികാരം കൂടിയാണ് നമ്മളോട് പങ്കുവെച്ചത്.